ഹല്ലേലൂയ. Hallelujah. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം പകരാത്ത സകലതിനെയും കൊണ്ടുവരുന്ന പിശാചെന്ന് നമ്മൾ വേർതിരിച്ചറിയണം. We need to understand that anything that's not giving us happiness or peace, that's coming from evil. ദൈവസന്നിധിയിലേക്ക് അടുക്കുവാൻ തടസ്സമായി നിൽക്കുന്ന പിശാചിന്റെ പദ്ധതി എന്ന് Or വേർതിരിച്ചറിയണം. anything that's stopping us to get closer to the Lord, that is nothing but the power or the work of the Satan. അതുകൊണ്ട് പിശാചിന്റെ ഒരു പ്രവൃത്തിയാണ് രണ്ട് വ്യക്തി ജീവിതങ്ങളെ തമ്മിൽ അകത്തുക എന്നുള്ളത്. And it is another work of the Satan that to separate two people away and the relationship break down. നമ്മൾ അവിടെ കണ്ടു ഹല്ലേലൂയ. നമ്മൾ ദാവീദ് ഇപ്രകാരമാണ് പറഞ്ഞ് നമ്മൾ കേട്ടത്, പുറത്തുനിന്നുള്ള ഒരു വ്യക്തി ആയിരുന്നുവെങ്കിൽ ഞാൻ അതിനെ മറക്കുമായിരുന്നു, ഇല്ലെങ്കിൽ അതിന് ഒഴിവാകുവാൻ ശ്രമിക്കുമായിരുന്നു എന്ന്. And David also mentioned that if it was somebody from outside, I could have overcome very quickly, but it's not from outside, it's from within. അപ്പോൾ പിശാച് എപ്പോഴും പ്രവർത്തിക്കുന്നത് നമ്മുടെ കൂടെയുള്ള നമ്മുടെ സഹോദരങ്ങളിലൂടെ ആയിരിക്കുമെന്ന് നമ്മൾ So വേർതിരിച്ചറിയണം. always remember, the Satan will always trigger, always work through the people who are very close to us. അതൊരു പക്ഷേ സാമ്പത്തിക മേഖലകളിലൂടെ ആയിരിക്കാം, It might be through the financial areas. ഇല്ലെങ്കിൽ ചിലപ്പോൾ ജ്യേഷ്ഠ അവകാശത്തെ ചൊല്ലി ആയിരിക്കാം. It might be for the inheritance. കാരണം ജ്യേഷ്ഠ അവകാശത്തെ ചൊല്ലി ഹല്ലേലൂയ പിശാച് പ്രവർത്തിച്ചൊരു ഭവനത്തിൽ നിന്ന് വേറിട്ട് പോയതിനെ കുറിച്ച് നമുക്കറിയാം. We know the stories from the Bible itself that the people, the brothers who had a fight between them regarding the inheritance, and they had to stay away. ഇല്ലെങ്കിൽ തന്റെ ഹല്ലേലൂയ പാരമ്പര്യമായി താൻ പിന്തുടർന്ന ചില മേഖലകളെ കുറിച്ചുള്ളതായിരിക്കാം. Or maybe something that they were been talking in, something traditionally they were been carrying, that could be an obstacle between two people's ഇതിൽ നിന്ന് relation. നമ്മൾ പുറത്തു വരിക എന്നുള്ളത് ആവശ്യമല്ലത്രേ, അത്യാവശ്യമത്രേ. It is very important for us to come out of those situations.